മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം. അരുമയുടരികിലിരുന്ന ഒരു കഥ പല കഥ ചൊല്ലാം, കതിരുകൾ കൊയ്യാൻ കൂടെ വരാം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം. ഉതിർമണി കതിർമണി തേടി പറവകൾ പല വഴി വന്നു, ഇനിയും ഒരോണം കൂടാൻ വരൂ. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം, കിളിയും കാറ്റും കുറുകുഴത്തകിൽ മേളം, കളവും പാട്ടും കളിച്ചിരിപ്പുകിൽ മേളം. മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം, മണിമുകിലോട്ടം. മലയുടെ മുകളിൽ പാർവണ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഓക്കെ പാർവണ നല്ല സുന്ദരിയായിട്ടുണ്ട് ഇല്ലേ ചേച്ചി? നിങ്ങൾ രണ്ടുപേരും സുന്ദരികളായിട്ടുണ്ട്. ആ അല്ലെങ്കിൽ ഇടി കിട്ടുന്ന അറിയാം. കളിച്ചു. അതെ. ഓക്കെ ചോദിക്കാം. ഓക്കെ ചേച്ചി പാർവണ ഓ സൂപ്പറായിരുന്നു. താങ്ക് യു മാം. എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണിത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ശരിക്കും ഇതൊരു സ്റ്റേജിൽ പാടി കേൾക്കുന്നത്. ഇതില് ഒട്ടുമിക്ക ഭാഗങ്ങളും വളരെ നന്നായി പാടി. താങ്ക് യു മാം. നല്ല ഫീൽ ഉണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ നല്ല നല്ല നൈസായിരുന്നു കേൾക്കാൻ. അത് നല്ല എന്താ പറയാ അറ്റാക്കിംഗ് പോലെ തോന്നിയില്ല. അനായാസമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. എസ് പി വെങ്കടേഷ് സാറിന്റെ കോമ്പോസിഷൻസിൽ
എപ്പോഴും ഉള്ള ഞാനൊരു ഓമനത്വം പറഞ്ഞില്ലേ, ആ ആ ഒരു സംഭവം ഇതിലും ഉണ്ട് ഈ ഒരു പാട്ടിന്. അതൊരു സ്വീറ്റ് മെലഡിയാണ്. അതിൻ്റെ ഉള്ളിൽ ഋത്മിക് ആണെങ്കിലും ഒരു നല്ലൊരു മെലഡി ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് മോള് പാടിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിലാകെപ്പാടെ ഒരു അനുപല്ലവിയിലാണോ, ചരണത്തിൽ തച്ചോളി തച്ചോളിപ്പാട്ടിൻ ചരണം. താളം കേട്ടോ, അവിടെ ഒരു സംഗതി ഉണ്ട്. ആ സംഗതി ക്ലിയർ ആയില്ല, അതൊന്ന് പാടുമോ മോളോ? തച്ചോളിപ്പാട്ടിൻ താളം കേട്ടോ. ഇതിപ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയി, കുറച്ചുകൂടെ ക്ലിയർ ആയി. നേരത്തെ പാടുമ്പോ അത് ക്ലിയർ ആയില്ല. അത് മോള് എനിക്ക് തോന്നുക അല്ലെ, ശ്വാസം കിട്ടാത്തോണ്ടാണോ അതോ ശ്വാസം കിട്ടാത്ത കിട്ടുമോ എന്നാലോചിച്ച് പാടിയത് ആണ്? അവിടെ തെറ്റുമെന്ന് കുഞ്ഞിനൊരു തോന്നലുണ്ടായിരുന്നു. ഒരു പക്ഷി പറഞ്ഞു കുഞ്ഞിന്റെ അല്ലേ. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, കുഴപ്പത്തിലൊന്നും വന്ന് വീണില്ല, ക്ലിയർ ആയില്ല, അത്രേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. മുടി വെട്ടിയോ? ഇല്ല ഇല്ല, പിന്നെന്താ ഉള്ളോട്ടേക്ക് ആക്കിയപ്പോ കുറഞ്ഞ പോലെ. ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു ചേഞ്ച് പാറോണിക്ക്. ഞാൻ എപ്പോഴും വരുമ്പോ ഇത് ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുമ്പോ ഇത് ചെയ്യും. ആ പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ട് ഈ മുടിയൊക്കെ കൂടെ തീരെ ചെറുതായി. അതെ, ചെറിയൊരു കുക്കുകുട്ടി, ഒരു കുക്കുകുട്ടി. ഹായ് കുക്കുകുട്ടി. അങ്ങനെ വിളിക്കാറുണ്ടോ ആരെങ്കിലും കുക്കുകുട്ടിന്ന്? അങ്ങനെ ആരും വിളിക്കത്തില്ല. എന്നാ ഞാൻ വിളിക്കാം, ആ കുക്കു. ഇനി മുതൽ പാർവണ സൂപ്പർ സ്റ്റാറിലെ കുക്കുകുട്ടി. കുക്കുകുട്ടി. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ ശരത് സർ. മോളെ ഓ സുന്ദരിവാവേ, ഓ അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ പറഞ്ഞാ കേക്കട്ടെ. ലിറിക്സ് ONV കുറുപ്പ് സാർ, മ്യൂസിക് SP സാർ, പാടിയത് ചിത്രമ്മ, മൂവി തുടർക്കഥ, വർഷം 1991. ഓ നോ, മോള് നന്നായിട്ട് പാടിയടാ. താങ്ക് യു, നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടത് പച്ചച്ച 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 പച്ചച്ച, അതല്ലേ മൊത്തം ഗ്രൂ. എടാ അനൂഫേ കേക്കടാ. ചാഞ്ചക്കം പനിരി ദാനിനി ദരിരി പാടുന്നാനീ അറിയാതമ്പിളി മയങ്ങുവാ ചാഞ്ചക്കം ചാഞ്ചക്കം. പക്ഷെ മോളെ ഇത് ഈ ടെമ്പോയിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആ പാട്ട് വരും. ഇത് കുറച്ച് കൂടി ടങ് ടൻ ടൻ ടങ് ടൻ ടൻ ടങ് ടൻ ടൻ എന്ന് പറയുമ്പോൾ ഈ പാട്ട് അത്രേ ഉള്ളൂ മ്യൂസിക്. അപ്പം അതിൻ്റെ ആ പേസാണ് നമ്മളെ ഈ പാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കുറച്ചാൽ മറ്റേ ചാഞ്ചക്ക ഇപ്പം പാടിയ പാട്ട് പാടിപ്പോവും അല്ലേ? അതിലെന്തെങ്കിലും വിഷമമുണ്ടോ മോൾ? താങ്ക് യുടാ മോളെ. അതുപോലെ ഇല്ലില്ലം അതിൻ്റെ സെക്കൻഡ് ലൈൻ മോളെ, അത് കുറച്ചും കൂടെ ലയത്തിലാവാടാ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ മോക്ക് മനസ്സിലായി. ആ സിങ്കപ്പേഷൻ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പാടാമത്. രണ്ടാമത്തെ ലൈൻ ഇല്ലില്ലം കാട്ടിൽ പാടും മൈനേ നിന്നോടൊത്തിന്നോണം കൂടാൻ വരാ. ഗുഡ് മോളെ, ഗുഡ് മോൾ, ഗുഡ്. ഇപ്പോൾ ഇത് കറക്റ്റാണ്. മറ്റേത് അഴകുഴമ്പനായിപ്പോയി അത് പാടിയപ്പോൾ. ഇപ്പം നന്നായിട്ടുണ്ട്. പിന്നെ മഞ്ജരി ആ മോക്ക് കൈവിട്ട് പോയത് മഞ്ജരി പാടിച്ചു. ബാക്കി ഒന്നുമില്ല കുഞ്ഞെ, നന്നായിരുന്നു. താങ്ക് യു സാർ. ഐ ലവ് യു. ഐ ലവ് യു ടു സാർ. താങ്ക് യു ശരത് സർ. മനോജ് ചേട്ടാ. പാർവണക്കുട്ടി, മഞ്ഞക്കിളിക്കുട്ടി, നല്ല രസമുണ്ട് കാണാൻ ഈ പാവാടയും ബ്ലൗസിലൊക്കെ. നല്ല സുന്ദരിയായിരിക്കുന്നു കേട്ടോ. താങ്ക് യു സാർ. അതിൻ്റെ കൂടെ ഈ പാട്ടും കൂടെ അത്രയും മനോഹരമായപ്പം ആകെ മൊത്തം ടോട്ടലായിട്ട് സൂപ്പർ. നല്ല രസമായിട്ട് പാടി മോള്. ഒരു നാടൻ ശീല് അല്ലേ ഒക്കെ ഉള്ള പാട്ടാണല്ലേ, ഒരു നാടോടി നൃത്തത്തിനൊക്കെ പറ്റിയ പാട്ട്. ഇതിനകത്ത് ഈ വരികളിൽ കൊടുത്തിരിക്കുന്നുണ്ടോ, മഴവില്ലാടും മലയുടെ മുകളിൽ. എന്താ കാരണം എന്ന് പറയുമോ? അതിന്റെ ലൊക്കേഷൻ കൊടൈക്കനാലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് 91 ഈ മല അടിവാരത്തിൽ, അതായത് പളനിയില് സത്യനന്ദിക്കാടിന്റെ സത്യേട്ടന്റെ സ്നേഹസാഗരം എന്ന സിനിമയുടെ ഷൂട്ടിംഗ്. അവിടെ മുരളിച്ചേട്ടനെ, ഞാൻ, ഉർവശിയൊക്കെ ഉള്ള സുനിത ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ ഇതെങ്ങനെ അറിഞ്ഞെന്ന് വെച്ചാൽ അവിടുന്ന് നേരെ പളനിയിൽ നേരെ ഹെയർപിൻ കയറി ചെല്ലുന്നതാണ് കൊടൈക്കനാൽ. അപ്പൊ കൊടൈക്കനാലിൽ നിന്ന് അന്നത്തെ ഈ നാനാ വെള്ളി നക്ഷത്രത്തിൻ്റെ ഒക്കെ മാഗസിനിൽ ഇവരുണ്ട്, ജേർണലിസ്റ്റ് ഉണ്ട്, അവര് എല്ലാ സെറ്റും കവർ ചെയ്യും. അപ്പൊ അങ്ങനെ കൊടൈക്കനാലിൽ നിന്ന് ഇവർ കവർ ചെയ്തിട്ടാണ് നമ്മുടെ സെറ്റിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൊടൈക്കനാലിൽ സായികുമാറിന്റെ ഡെന്നിസ് ജോസഫിന്റെ സിനിമ തുടർക്കഥ നടക്കുന്നു, അവിടുന്ന് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു കാലം 91, 92 ആ കാലത്താണ് ഈ സിനിമ ഇറങ്ങിയത്. ഇതിലെ എല്ലാ പാട്ടും നല്ലതായിരുന്നു. വേറെ കുറേ നല്ല പാട്ടുകളുണ്ട് ഇതിൽ.
മോള് എന്താ പറയുന്നത്, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാൻ പെർഫോമൻസ് കണ്ടു, ഒരുപാട് ഇഷ്ടമാണ്, നന്നായിട്ട് പാടുന്നുണ്ട്. ഈ പാട്ട് എൻ്റെ ആത്മാവ് ഉൾക്കൊണ്ട് തന്നെ മോള് പാടി, നല്ല ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു സാർ. അപ്പൊ ഇനി അങ്ങോട്ടും ഏറ്റവും നന്നായിട്ട് നല്ല പാട്ടുകളിലൂടെ വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു മനോജ് ചേട്ടാ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ, യെസ്. പാർവണക്കുട്ടിയുടെ മാർക്ക്. പാർവണ കുഞ്ഞെ, ഓ നിനക്ക് ഞാൻ 8.7 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി, പാർവണ കുഞ്ഞെ, ഓ നിനക്ക് ഞാൻ 8.9 മാർക്സ് തരുന്നു. താങ്ക് യു മാം. താങ്ക് യു മനോജ് ചേട്ടാ. ഒട്ടും മോശമല്ല കേട്ടോ, നല്ല താങ്ക് യു മാർക്ക്. സാർ. ഓക്കെ, താങ്ക് യു. സോ ടോട്ടൽ 17.6. Ni pa maga sa sa